നിമിഷപ്രിയയ്ക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കാൻ ആക്ഷൻ കൗൺസിലിന് സുപ്രീം കോടതി അനുമതി നൽകി. നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലിന്റെ ഹർജി അടുത്ത മാസം 14 പരിഗണിക്കാൻ മാറ്റി. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, ഹർജി പരിഗണിക്കവേ എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ധന്യ, ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ആദ്യം ജഡ്ജി ചോദിച്ചത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ വധശിക്ഷ മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ദയാധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തേണ്ടതുണ്ട്. ആ ചർച്ച നടത്താൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിക്കണം എന്നുള്ള ആവശ്യമാണ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അത് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇതിനൊരു എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. കാര്യം ഈ തരത്തിലുള്ള ഒരു സംഘത്തെ അയക്കുന്നത് വിപരീത ഫലമുണ്ടാകും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ ഇനി നിരന്തരം ചർച്ചകൾ നടത്തിയാൽ മാത്രമാണ്, അവിടെ യമനിൽ പോയിരുന്ന് ചർച്ച നടത്തിയാൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകുക. കാര്യം ഇപ്പോൾ യാത്രാ വിലക്കുള്ള രാജ്യമാണ്. നയതന്ത്ര രംഗത്ത് വലിയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് യമൻ. അതുകൊണ്ട് ഈ 6 അംഗ സംഘത്തിന് ഈ കേസിൽ ഇന്ന് ഹാജരായ സുഭാഷ് ചന്ദ്രൻ, അഭിഭാഷകനായ അദ്ദേഹം അടക്കമുള്ളവർക്ക് അവിടെ പോയി സംസാരിക്കാനുള്ള ഒരു അനുമതിയാണ് ചോദിച്ചത്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് കോടതിയുടെ ഒരു നിലപാട് അറിഞ്ഞതോടുകൂടി ഈ തൽക്കാലം ആക്ഷൻ കൗൺസിൽ ഒരു അപേക്ഷ നൽകട്ടെ, അത് അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് അറിയിച്ചത്. അതിനനുസരിച്ച് ഇനി ആക്ഷൻ കൗൺസിലിന്റെ ഒരു നയത്തിനോ അവരുടെ തീരുമാനത്തിനോ അവരുടെ ചർച്ചയ്ക്കോ വേണ്ടി കേന്ദ്ര സർക്കാർ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവരുടെ അപേക്ഷ കിട്ടുന്നതോടെ ഒരു അനുകൂലമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സുഭാഷ് ചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നതാണ്. അപ്പോഴായിരിക്കും ഇനി ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് എന്ത് നിലപാടാണ് ഇനി ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യം അറിയുക. ശരി, ഈ സുഭാഷ് ചന്ദ്രന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ധനസുമോദ്, ഇന്ന് അറ്റോർണി ജനറൽ ഈ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു 3 ആഴ്ചത്തെ കേസ് നീട്ടിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ മെൻഷൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ ഞങ്ങൾ എതിർത്തതൊന്നുമില്ല. അതേസമയം ഞങ്ങളുടേതായിട്ടൊരു ആവശ്യമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്ന് കോടതി മുമ്പാകെ വെച്ചത്. അത് ചർച്ചകൾക്കായി ഇപ്പോൾ ചർച്ചകൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായി നടക്കുന്നുണ്ട്. സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഈ കുടുംബവുമായിട്ടുള്ള